ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ എത്തിയിരിക്കുന്നു. പ്രതിഷേധിച്ച് SFI പ്രവർത്തകരും സ്ഥലത്തുണ്ട്. മുദ്രാവാക്യം വിളികളുമായി കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. കരിങ്കൊടി പ്രതിഷേധം തന്നെയാണ് SFIയുടെ ഭാഗത്ത് നിന്നും. വാർത്തയുടെ വിവരങ്ങളുമായി റിയാസ് KMR ഉണ്ട്. റിയാസ്, നിലവിലിപ്പോൾ സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ടോ? എന്താണ് അവിടെ ഇപ്പോൾ സംഭവിക്കുന്നത്? ഒരു സംഘർഷ സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. അതായത് ഗവർണർക്ക് നേരെ പ്രതിഷേധവുമായി SFI പ്രവർത്തകർ ഇവിടെ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് മുൻപിൽ തമ്പടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം. അതേസമയം ഗവർണർ പറഞ്ഞത് തന്റെ കാറിൽ തട്ടാൻ ആരെയും അനുവദിക്കില്ല എന്ന് ഗവർണർ വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ SFI പ്രവർത്തകർ ക്രിമിനലുകളാണെന്ന ഒരു ആരോപണം ഗവർണർ വീണ്ടും തുടരുന്നു എന്നുള്ളതാണ്. വലിയ സുരക്ഷാ സന്നാഹമാണ് ഇപ്പോൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. കാരണം ഗവർണർ അല്പം മുൻപാണ് ഇവിടെ കാലിക്കറ്റ് സർവകലാശാല ആസ്ഥാനത്ത് തേഞ്ഞിപ്പലത്ത് എത്തിയത്. അദ്ദേഹം ഗസ്റ്റ് ഹൗസിലേക്കാണ് പോകുന്നത്. അതിനിടെ ഉണ്ടായ പ്രതിഷേധം ഇവരെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഗവർണറെയും വലിയ തോതിൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗവർണർ അത്തരത്തിലൊരു മറുപടി നൽകിയതും. അതിൽ പ്രധാനമായും ഗവർണർ പറഞ്ഞത് ഇപ്രകാരമാണ്. അതായത് എന്തായാലും ഭീഷണി കണ്ട് ഭയക്കില്ല, കാറിന് അടുത്തെത്തിയാൽ പുറത്തിറങ്ങും എന്ന് അത് ഗവർണർ വ്യക്തമാക്കുന്നു മാധ്യമങ്ങളോട്. മാത്രമല്ല ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി അടക്കം ഈ ഒരു അക്രമം സ്പോൺസർ ചെയ്യുന്നു എന്ന തരത്തിലാണ്. മാത്രമല്ല പ്രതിഷേധം എവിടെയെന്നാണ് ഗവർണർ ചോദിക്കുന്നത്. അതേക്കുറിച്ച് താൻ അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഗവർണർ എന്തായാലും ഈ സർവകലാശാല ക്യാമ്പസിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അദ്ദേഹം പ്രതിഷേധത്തെ ഗൗനിക്കുന്നില്ല എന്ന് തന്നെ വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ സർവകലാശാലയുടെ പുറത്ത് യൂണിവേഴ്സിറ്റി കവാടത്തിന് മുൻപിൽ SFI പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുന്നു. കനത്ത പോലീസ് സന്നാഹമാണ് ഇവിടെ വിന്യസിച്ചിട്ടുള്ളത്. കാരണം ഈ സുരക്ഷയിൽ ഒരു പഴുതുപോലും വരാത്ത രീതിയിലുള്ള ഒരു സന്നാഹം പോലീസിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആരെയും വാഹനത്തിൽ അടിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ഗവർണർ SFI പ്രവർത്തകരെ പരിഹസിക്കുന്ന രീതിയിൽ പ്രതിഷേധം എവിടെ എന്നൊരു ചോദ്യം കൂടി മാധ്യമങ്ങൾക്ക് മുൻപിൽ ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. CM സ്പോൺസേർഡ് അക്രമം എന്നാണ് ഗവർണർ വ്യക്തമാക്കിയിരിക്കുന്നത്. അക്രമത്തിന് മുഖ്യമന്ത്രി ചുക്കാൻ പിടിക്കുന്നു എന്നൊരു ആരോപണം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നു. SFIക്കാർ മുഖ്യമന്ത്രിയുടെ വാടക ഗുണ്ടകളാണ് എന്ന തരത്തിലുള്ള പരാമർശവും ഗവർണറുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പുതുതായി പറയാനുള്ളത്. റിയാസ്, നിലവിലിപ്പോൾ ഈ പ്രതിഷേധക്കാർ നിലയുറപ്പിച്ചത് എങ്ങനെയാണ്? ഇത് കുറച്ചുപേരെ അറസ്റ്റ് ചെയ്ത് നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. അവർ നിലവിൽ ഇപ്പോഴും അറസ്റ്റിൽ തന്നെയാണോ ഉള്ളത്? നേരത്തെ അറസ്റ്റ് ചെയ്ത നേതാക്കളെല്ലാം തന്നെ PM അർഷോയെ പോലുള്ള സംസ്ഥാന സെക്രട്ടറി PM അർഷോ അടക്കമുള്ള SFIയുടെ നേതാക്കളെല്ലാം തന്നെ ഇപ്പോഴും പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ് ഉള്ളത്. അവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയ ആളുകൾ. അതേസമയം മറ്റ് SFI പ്രവർത്തകരാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി കവാടത്തിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത്. നേരത്തെ നടത്തിയ SFI മാർച്ചിന്റെ തുടർച്ചയായി തന്നെയാണ് ഇപ്പോഴത്തെ ഈ പ്രതിഷേധം. അതിന് മറുപടിയായാണ് ഗവർണർ സർക്കാരിനെതിരെ ഉൾപ്പെടെ ആഞ്ഞടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. പ്രതിഷേധം കണ്ട് ഭയന്ന് ഒളിച്ചോടാൻ താനില്ല എന്ന് ഗവർണർ പറയുന്നു. മാത്രമല്ല SFIയെ പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട്. എവിടെയാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധമെന്ന് ഗവർണർ ചോദിക്കുന്നുണ്ട്. കാരണം ഗവർണറെ സർവകലാശാല ക്യാമ്പസിനകത്തേക്ക് സുരക്ഷിതമായി കയറ്റാൻ സാധിച്ചു എന്നതിൽ പോലീസിന് ആശ്വസിക്കാം എന്നുള്ളതാണ്. പക്ഷേ ഇനിയുള്ള 3 ദിവസങ്ങൾ, നാളെയും മറ്റന്നാളും ഉൾപ്പെടെ തിങ്കളാഴ്ച രാത്രി കഴിയുന്നതുവരെ ഗവർണർ ഇവിടെ ഉണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ച് ഏറെ ആശങ്കാജനകമായ ഒരു സാഹചര്യം. കാരണം വലിയൊരു വെല്ലുവിളിയാണ് ഈ ഗവർണർക്ക് സുരക്ഷയൊരുക്കുക, ഒരു പോറൽ പോലും ഏൽക്കാതെ സുരക്ഷയൊരുക്കുക എന്നുള്ളത്. നാളെ ഇപ്പോൾ ഗവർണർക്ക് കോഴിക്കോട് നഗരത്തിൽ ഒരു പരിപാടിയുണ്ട്. അത് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മകന്റെ വിവാഹ സൽക്കാര ചടങ്ങാണ്. അതിൽ പങ്കെടുക്കാനായി അദ്ദേഹം കോഴിക്കോട് നഗരത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ആ കടന്നു പോവുകയും തിരിച്ച് ക്യാമ്പസിൽ തന്നെ എത്തുകയും ചെയ്യുന്നത് വരെയുള്ള ഒരു ഇടം, ആ സ്പേസിൽ എവിടെയും പ്രതിഷേധമില്ലാതെ അല്ലെങ്കിൽ കരിങ്കൊടി കാണിക്കാതെ ഗവർണറെ തീർച്ചയായും ഈ ഗവർണർക്കെതിരായ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് ഈ SFI സംഘടനയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു യാത്രയിൽ വഴിനീളെ ചില കരിങ്കൊടി പ്രതിഷേധങ്ങളൊക്കെ പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായും SFI വളരെ ശക്തമായി തന്നെ അവരുടെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഗവർണർക്കെതിരെ പ്രതിഷേധിക്കും എന്ന ആ ഒരു നിലപാട് അത്
CPIഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഇന്നലെ തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമാണ്. ഗവർണർക്കെതിരായ പ്രതിഷേധം ശക്തമായി തന്നെ തുടരുമെന്ന് അദ്ദേഹം ഇന്നലെ വ്യക്തമാക്കി. അതിന് മറുപടിയായി ഇന്ന് ഗവർണർ ഡൽഹിയിൽ പറഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ഇവിടെ കാലിക്കറ്റ് സർവകലാശാല ആസ്ഥാനത്ത് തേഞ്ഞിപ്പലത്തെത്തിയപ്പോൾ ഗവർണർ മാധ്യമങ്ങളോട് പറഞ്ഞത് പ്രതിഷേധത്തെ താൻ തെല്ലും ഭയക്കുന്നില്ല, ഗൗനിക്കുന്നില്ല എന്നുള്ളതാണ്. അതേസമയം തന്നെ ഈ ഒരു സാഹചര്യത്തെ സർക്കാരിനെതിരെ വെല്ലുവിളിക്കാനുള്ള ഒരു അവസരമാക്കി മാറ്റിയിരിക്കുകയാണ് BJP എന്ന് പറയുന്നത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ അല്പം മുൻപാണ് കോഴിക്കോട് മാധ്യമങ്ങളെ കണ്ടത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ സർക്കാരിന് ഇങ്ങനെയാണെങ്കിൽ അധികകാലം മുന്നോട്ട് പോകാനാകില്ലെന്നൊരു വെല്ലുവിളി K സുരേന്ദ്രന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. അതായത് ഒരുപക്ഷെ ഗവർണർക്കെതിരെ തുടർച്ചയായി പ്രതിഷേധങ്ങൾ ഉണ്ടായാൽ ഒരുപക്ഷെ കേന്ദ്രത്തിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്നൊരു സൂചന. അങ്ങനെ കേന്ദ്രത്തിന്റെ ഇടപെടൽ നടത്തി ഈ സർക്കാരിനെ താഴെ ഇറക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായേക്കുമെന്നുള്ളൊരു സൂചന സുരേന്ദ്രന്റെ വാക്കുകളിൽ നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. K സുരേന്ദ്രൻ പറഞ്ഞ വാക്കുകൾ ഇപ്രകാരമാണ്. അതായത് ശുദ്ധമായ തെമ്മാടിത്തമാണ്, തികഞ്ഞ ഗുണ്ടായുസമാണ് SFIയും DYFIയും കാണിക്കുന്നത്. ഭരണത്തലവനായ ഗവർണറെ അദ്ദേഹം താമസിക്കുന്ന ഇടത്ത് വന്ന് തടയുക എന്ന് പറയുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാനാവാത്ത കാര്യവും ജനാധിപത്യത്തിന് ഭൂഷണമില്ലാത്ത കാര്യവുമാണ്. ഇതിന് നേതൃത്വം നൽകുന്നത് CPIഎമ്മും മുഖ്യമന്ത്രിയുമാണ്. മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് ഈ തെമ്മാടിത്തം അരങ്ങേറുന്നത്. ഭരണത്തലവനായ ഗവർണറുടെ സഞ്ചാര സ്വാതന്ത്ര്യമാണ് തടയുന്നത്. ഇത് ആവർത്തിച്ചാൽ നവകേരള സദസ്സിലടക്കം ഇതിന് ഒരു പ്രതിഫലനമായ പ്രതിഷേധം ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പ് K സുരേന്ദ്രന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. മാത്രമല്ല SFIയുടെ തറവാട്ട് സ്വത്തല്ല കേരളത്തിലെ സർവകലാശാലകൾ, CPM പ്രവർത്തകരുടെ SFIയുടെ തറവാട്ട് സ്വത്തല്ലെന്ന് അദ്ദേഹം പറയുന്നു. അവിടെ കയറി തെമ്മാടിത്തം കാണിച്ചാൽ തിരിച്ചും പ്രതിഷേധമുണ്ടാകും. മുഖ്യമന്ത്രിയുടെ പരിപാടിയിലും ഇങ്ങനെ നമ്മൾ പ്രതിഷേധിക്കാൻ വന്നാൽ അവിടെ നാട് ചോരപ്പുഴയാകുന്ന സ്ഥിതി ഉണ്ടാകും. അതിലേക്കാണ് മുഖ്യമന്ത്രി തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. സംസ്ഥാനത്തെ ക്രമസമാധാന നില പൂർണ്ണമായും തകർന്നു എന്ന് പറയുന്നിടത്താണ് ഇങ്ങനെ ഗവർണർക്കെതിരെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞാൽ ഈ സർക്കാരിന് അധികകാലം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു വെല്ലുവിളി BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മാത്രമല്ല K സുരേന്ദ്രൻ ഇന്ന് തന്നെ ഗവർണറെ കാണുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇന്നോ നാളെയോ K സുരേന്ദ്രൻ വ്യക്തിപരമായി തന്നെ ഗവർണറെ കാണും. അത് അദ്ദേഹം വിശദീകരിക്കുന്നത് ഒരു പൗരൻ എന്ന നിലയിൽ ആർക്കും ഗവർണറെ കാണാനുള്ള അവകാശമുണ്ട് എന്നാണെങ്കിൽ കൂടിയും അത് BJP സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ രാഷ്ട്രീയ നീക്കമായി തന്നെയാണ് സുരേന്ദ്രന്റെ ഈ നടപടിയെ വിലയിരുത്തേണ്ടി വരിക. അതിനു മുന്നോടിയായുള്ള അദ്ദേഹത്തിന്റെ വാക്കുകളും അത്തരത്തിൽ തന്നെ കാണേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് SFIയുടെയും CPIഎമ്മിന്റെയും പ്രതിഷേധങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്ന സാഹചര്യത്തിലും ഗവർണർ ഒരു പിടിപോലും അയയാതെ ശക്തമായി മുന്നോട്ട് നീങ്ങുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വ്യക്തമാണ്. SFI പ്രതിഷേധം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഗവർണർ ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ എത്തിയിരിക്കുന്നത്. SFIക്കാരെ പരിഹാസത്തോടെയാണ് അദ്ദേഹം നേരിടുന്നത്. എവിടെയാണ് പ്രതിഷേധം താൻ കണക്കിലെടുക്കുന്നില്ല എന്ന് തന്നെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നത്. എന്നാൽ ഗവർണർക്കെതിരായ പ്രതിഷേധത്തിൽ നിന്ന് ഒരിട പോലും പിന്നോട്ടില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് SFI സംഘടനയുമുള്ളത്. SFI സംസ്ഥാന സെക്രട്ടറി PM മാർഷോ അടക്കമുള്ള നേതാക്കൾ അറസ്റ്റിലായെങ്കിൽ പോലും ഇപ്പോഴും പ്രതിഷേധം അവിടെ ക്യാമ്പസിന് പുറത്ത് കരിങ്കൊടി പ്രതിഷേധം, കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളികളുമായി SFI പ്രതിഷേധിക്കുക തന്നെയാണ് ചെയ്യുന്നത്. എന്നാൽ പ്രതിഷേധങ്ങളൊന്നും കണക്കിലെടുക്കാതെ തന്നെ പ്രതിഷേധങ്ങളെ നേരിടാൻ ഉറച്ചു തന്നെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഇവർക്കെതിരെ നിൽക്കുന്നത്. വിശദാംശങ്ങളാണ് റിയാസ് KMR നൽകിയത്.